കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസിന്റെ അനുയായികളുടെ വീട്ടിലെ റെയ്ഡിൽ നിരവധി ആയുധങ്ങളാണ് കണ്ടെത്തിയത്. പോലീസിന്റെയും ATSന്റെയും പരിശോധനയിൽ റിയാസിന്റെ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് 4 തോക്കുകൾ കണ്ടെത്തിയിരുന്നു. ഇവ പെരുമ്പാവൂർ അനസിന്റേതാണെന്നാണ് റിയാസിന്റെ മൊഴി. വിദേശത്തുള്ള അനസിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകളുടെ ചുവട് പിടിച്ചാണ് പോലീസിന്റെയും ATSന്റെയും അന്വേഷണം പുരോഗമിക്കുന്നത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, നമ്മുടെ വാർത്ത അതിന് പിന്നാലെ അന്വേഷണം ഉണ്ടാകുന്നു, പരിശോധന നടക്കുന്നു. ഇപ്പോൾ 4 തോക്കുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ റിയാസ് പറയുന്നത് അനസിന്റേതാണ് ആ ആയുധങ്ങളെന്നാണ്. ഈ കേസ് എവിടെ എത്തി നിൽക്കുന്നു ഡാനി? അശ്വതി, പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളികളെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട്. കാരണം ഏറ്റവും അടുത്ത ആളുകളെ അവരെ കസ്റ്റഡിയിലെടുക്കുക, അവരെ ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ATSും പോലീസും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന അത് വ്യാപകമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ സമയം നടത്തിയ പരിശോധനയിലാണ് ഈ ആയുധങ്ങൾ കണ്ടെത്തിയത്. തോക്കുകളും വെടിയുണ്ടകളും എല്ലാം തന്നെ ഇതിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫിൽ ഉള്ള പെരുമ്പാവൂർ അനസ് അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പോലീസിന്റെ ഒരു അനുമാനം. ഇയാളെ ഇവിടേക്ക് നാട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ട ആ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇയാളുടെ കൂടുതൽ വിശ്വസ്തരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഇടപാടുകൾ എന്തായിരുന്നു, പ്രത്യേകിച്ച് ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹവാല പണമടക്കം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഈ സംഘം ഇടപെട്ടിരുന്നു. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നതടക്കം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തിടെ നെടുമ്പാശ്ശേരിയിൽ നടന്ന പലരെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സമഗ്രമായ ഒരു അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. ഇതിൽ ഈ സംഘങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ആയുധക്കടത്ത് സംബന്ധിയായ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇവരുടെ പക്കലേക്ക് 4 തോക്കുകൾ കൈവന്നത്, അപ്പോൾ കൂടുതൽ തോക്കുകൾ ആയുധങ്ങൾ കൈവശമുണ്ടോ ഈ സംഘങ്ങൾക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ഈ ആയുധങ്ങൾ ഇവരിലേക്ക് എത്തിച്ചത് ആരാണ് എന്നതടക്കം കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. അപ്പോൾ ഈ സംഘാംഗങ്ങളെ കൂടുതലായും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട്, വിശ്വസ്തരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുവാനാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ, അവരുടെ കൊട്ടേഷൻ രീതികൾ എന്തായിരുന്നു, ഇവരുടെ പ്രവർത്തനങ്ങൾ, ആരെല്ലാമാണ് ഈ സംഘത്തെ ഉപയോഗിച്ചതെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഇതിനകം തന്നെ അവർക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ സംഘാംഗങ്ങളുടെ പതിവുള്ള കുടിപ്പകയ്ക്ക് അപ്പുറം ചില കാര്യങ്ങൾ ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അനസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഗൾഫ് മേഖലയിലെ ആളുകൾ ആരെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം എത്തിയിട്ടുണ്ട്. വൈകാതെ ഇയാളെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതിന് ആ രീതിയിലേക്ക് അന്വേഷണം മാറ്റിയെടുക്കുകയാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യമിടുന്നത്. ശരി ഡാനി.